Hello everyone, welcome to AGSPR classes. Assessment for Learning എന്ന പേപ്പറിലെ 5th ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Prevalent practices of assessment and reporting of quantitative data. ഈ ഒരു ചാപ്റ്ററിന്റെ 75% നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്, നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോറിലേഷനെ കുറിച്ചിട്ടാണ്. എന്താ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ? എന്തോ ഒരു റിലേഷൻ ആണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, രീതിയിൽ നമുക്ക് മനസ്സിലാവും അല്ലെ. നമ്മൾ ഇതുവരെ പഠിച്ച മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആയാലും ഡിസ്പെർഷൻ ആയാലും ഒക്കെ എന്തിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറഞ്ഞിരുന്നത്? ഒരു വേരിയബിളിന്റെ നേച്ചറിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരുന്നത് അല്ലെ. അതായത് ഒരു കുട്ടിക്ക് കിട്ടിയിട്ടുള്ള മാർക്കാണെങ്കിൽ അതിനെ അസസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ആ കുട്ടിയുടെ ലേണിംഗ് അച്ചീവ്മെന്റിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. ഒരു ഇൻഡിവിജ്വലിന്റെ നേച്ചർ, ഒരു വേരിയബിളിന്റെ നേച്ചറിനെ കുറിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഡിസ്പെർഷൻ ഒക്കെ പറയുന്നത് അല്ലെ. അത് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡാറ്റ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. കോറിലേഷൻ നമുക്ക് എന്താണ് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോറിലേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മാർക്കിന്റെ കേസിൽ മാത്രമല്ല, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കുട്ടി പഠിക്കാൻ എടുക്കുന്ന സമയവും അവർക്ക് കിട്ടിയിട്ടുള്ള മാർക്കും അതെങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കോറിലേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാം. അതുപോലെ ഹൈറ്റും വെയിറ്റും അത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കോറിലേഷൻ യൂസ് ചെയ്തിട്ട് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു വേരിയബിളിന് മറ്റൊരു വേരിയബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോറിലേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ കോറിലേഷൻ നമ്മൾ അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷർമെന്റിന് നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയും. യൂഷ്വലി അതിന്റെ വാല്യൂവിന്റെ റേഞ്ച് വരിക -1 to 1 വരെയാണ്. ഓക്കെ, ഇനി ടൈപ്പ് ഓഫ് കോറിലേഷൻ നോക്കുമ്പോൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ ഉണ്ട്, സിമ്പിൾ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ ഉണ്ട്, ലീനിയർ ആൻഡ് കർവിലീനിയർ കോറിലേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. എന്താ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാല്? നമ്മൾ ഒരു വേരിയബിൾ നമ്മൾ പറഞ്ഞു അല്ലെ, കോറിലേഷൻ നോക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് രണ്ട് വേരിയബിൾ നമുക്ക് അവൈലബിൾ ആയിരിക്കണം. അതായത് നമുക്ക് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ ആണ് നോക്കുന്നത്. ഇപ്പൊ മാർക്കും ആ കുട്ടി പഠിക്കാൻ എടുത്ത സമയമാണ് നമ്മൾ നോക്കുന്നത്, സ്റ്റഡി ടൈം ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ മാർക്ക് ഒരു വേരിയബിൾ ആണ്, സ്റ്റഡി ടൈം സെക്കൻഡ് വേരിയബിൾ ആണ്. അപ്പൊ അതിന് രണ്ട് ലെറ്റേഴ്സ് വെച്ചിട്ടൊക്കെ ഡിനോട്ട് ചെയ്യും, എക്സ് വൈ എന്നുള്ള. യൂഷ്വലി നമ്മൾ ആ രണ്ട് ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യാറ് അല്ലെ, നമുക്ക് ഇഷ്ടമുള്ള ലെറ്റർ യൂസ് ചെയ്യാം. ബട്ട് യൂഷ്വലി നമ്മൾ എന്താണ്, എക്സ് വൈ എന്നുള്ള വേരിയബിൾസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ആൽഫബറ്റ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത് വേരിയബിൾസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ എന്താ പോസിറ്റീവ് റിലേഷൻ കോറിലേഷൻ എന്ന് പറയുന്നത്? നമ്മൾ ഒരു വേരിയബിളിൽ ചേഞ്ചസ് വരുത്തുമ്പോൾ മറ്റേ വേരിയബിളിൽ വരുന്ന ചേഞ്ചും സെയിം ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ളതിന് എന്ത് പറയും, പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ഓക്കെ, അതായത് മാർക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്, ഹൈറ്റ്, വെയിറ്റ്, അതുപോലെ ഇന്റലിജൻസ്, അച്ചീവ്മെന്റ് സ്കോർ ഒക്കെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നുകൂടെ എളുപ്പത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് മാർക്ക് സ്റ്റഡി ടൈം ഒക്കെ പറയാം അല്ലെ. സ്റ്റഡി ടൈം കൂടിയാൽ എന്ത് ചെയ്യും, മാർക്കും കൂടും. ഓക്കെ, ഇപ്പൊ പോസിറ്റീവ് കോറിലേഷൻ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എക്സാമ്പിൾ പറയാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പോസിറ്റീവ് കോറിലേഷൻ എന്തുണ്ട്, രണ്ട് ടൈപ്പ് ഉണ്ട്, പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനും ഇംപെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനും. എന്താ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ? കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഓഫ് പോസിറ്റീവ് പെർഫെക്റ്റ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾ ഈസ് +1. നമുക്ക് കിട്ടിയിട്ടുള്ളത്, അതായത് നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് +1 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പെർഫെക്റ്റ് കോറിലേഷൻ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. നമുക്ക് ഫ്രാക്ഷൻ ആയിട്ടാണ് കിട്ടുന്നത്, അതായത് 0ക്കും 1നും ഇടയിലായിട്ടാണ് നമുക്ക് വാല്യൂ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഇംപെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. അപ്പൊ ഈ കോറിലേഷൻ പോസിറ്റീവ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ അല്ലെ. 0ക്കും 1നും ഇടയിൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ തന്നെയാണ് കിട്ടിയത്, പക്ഷെ എന്തല്ല, 1 അല്ല, പെർഫെക്റ്റ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് എന്താണ്, ഫ്രാക്ഷൻ ആണ് കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇംപെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മെയിൻലി കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. ഇനി നെഗറ്റീവ് കോറിലേഷൻ എന്തായിരിക്കും? നമ്മൾ ഒരു വേരിയബിളിലുള്ള ചേഞ്ചിനനുസരിച്ച് മറ്റേ വേരിയബിളിലും എന്തുണ്ട്, ചേഞ്ചസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അങ്ങനെയുള്ള കോറിലേഷനെയാണ് നമ്മൾ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ സ്പീഡും ടൈമും ഒക്കെ പറയും. ഓക്കെ, അല്ലെങ്കിൽ എന്താ, നമ്മൾ പ്രഷറും വോളിയും,
പറയാം. ഓക്കെ, പ്രഷർ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വോളിയം എന്താ ചെയ്യാം, കുറഞ്ഞു വരിക ചെയ്യാം അല്ലെ. അതായത് നമ്മളൊരു കണ്ടെയ്നർ വിചാരിക്കുക, ആ കണ്ടെയ്നറിൽ നമ്മളൊരു പിസ്റ്റൺ ഉപയോഗിച്ച് നല്ല പ്രഷർ കൊടുക്കുകയാണെങ്കിൽ അത് ആ ഒരു ബീക്കറോ അല്ലെങ്കിൽ എന്താണോ നമ്മൾ എടുത്തത് അതിന്റെ വോളിയം എന്താ ചെയ്യാൻ പറയാൻ ചെയ്യാൻ. അപ്പൊ എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് പറയുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് വരുന്നത്, നെഗറ്റീവ് കോറിലേഷൻ വരും. അതായത് ഒരു വേരിയബിളിൽ ചേഞ്ചസ് വരുത്തുമ്പോൾ മറ്റേ വേരിയബിളിൽ ചേഞ്ചസ് വരും, പക്ഷെ വരുന്നത് എങ്ങനെയാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അങ്ങനെയുള്ളതിനെ നമ്മൾ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയും. നെഗറ്റീവ് കോറിലേഷനും പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ഉണ്ട്, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ഉണ്ട്. നമുക്ക് കിട്ടുന്ന വാല്യൂ -1 ആണെങ്കിൽ നമ്മൾ അതിനെ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ഇനിയല്ല നമുക്ക് ഫ്രാക്ഷൻ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇംപെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 0ക്കും -1നും ഇടയിൽ വരുമ്പോൾ അല്ലെ. ഓക്കെ, ഇനി എന്താ സീറോ കോറിലേഷൻ ഓർ ആബ്സെൻസ് ഓഫ് കോറിലേഷൻ എന്ന് പറയാം. രണ്ട് വേരിയബിൾസിനെ നോക്കുമ്പോൾ നമുക്ക് അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അത് ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതായത് ഒന്നിന് ചേഞ്ചസ് വരുത്തുമ്പോൾ മറ്റേന് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും വരുന്നില്ല. അങ്ങനെയുള്ള കോറിലേഷൻസിന് നമുക്ക് സീറോ കോറിലേഷൻ എന്ന് പറയും. ഓക്കെ, ഇത്രയാണ് ടൈപ്പ് ഓഫ് കോറിലേഷൻ വരുന്നത്. ഇനി എങ്ങനെയാണ് കോറിലേഷൻ മെഷർ ചെയ്യാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. രണ്ട് രീതിക്ക് അല്ലെങ്കിൽ രണ്ട് മെത്തേഡുകളാണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യാറുള്ളത്. കാൾ-പിയർസൺ പ്രൊഡക്റ്റ് ഫോർമാറ്റ് കോറിലേഷൻ മെത്തേഡും അതുപോലെ സ്പിയർമാൻ റാങ്ക് ഓർഡർ കോറിലേഷൻ മെത്തേഡും. രണ്ട് മെത്തേഡ്സും എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാട്ടോ. ഫസ്റ്റ് വരുന്നത് കാൾ-പിയർസൺ പ്രൊഡക്റ്റ് മെത്തേഡ് ആണ് അല്ലെ. അതിൽ നമുക്ക് ആ ഒരു മെത്തേഡ് ത്രൂ നമ്മൾ കോറിലേഷൻ കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് R = summation xy by n into sigma x into sigma y. ഇതില് xy എന്നുള്ളതിന് x എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത് ഡീവിയേഷൻ ഓഫ് എക്സ് വാല്യൂ, അതായത് നമുക്ക് തന്നിട്ടുള്ള ഇപ്പൊ മാർക്ക് ആണെങ്കിൽ മാർക്ക് ഉണ്ടല്ലോ, ഓരോ ഇൻഡിവിജ്വലിന്റെ മാർക്ക് മൈനസ് അസ്യൂംഡ് മീൻ ആണ് എക്സിന്റെ വാല്യൂ വരിക. അതായത് ഓരോ ഇൻഡിവിജ്വലിന്റെ സ്കോറിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, അസ്യൂംഡ് മീൻ കുറക്കണം. അപ്പൊ എന്നിട്ട് അതെല്ലാം സം ചെയ്യുമ്പോൾ നമുക്ക് സമ്മേഷൻ എക്സ് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ വൈ എന്താണ്, ആ ഒരു എന്താണോ ഡാറ്റ തന്നത് ആ ഡാറ്റയിൽ നിന്നും ഇൻഡിവിജ്വൽ ഡാറ്റാസിൽ നിന്നും നമ്മൾ അസ്യൂംഡ് മീൻ കുറക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് വൈ. അതിന്റെ സമ്മേഷൻ എടുത്താണ് വേണ്ടത് അല്ലെ. സമ്മേഷൻ എക്സ് ഇൻറ്റു വൈ എടുക്കുക ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. എന്താ സിഗ്മ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് വേരിയബിൾ എക്സ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വേരിയബിൾ വൈ. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടിരുന്നത്, സ്ക്വയർ റൂട്ട് ഓഫ് സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ അല്ലെ. അതായത് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസിൽ നിന്ന് നമ്മൾ മീൻ കുറക്കുക, എന്നിട്ട് അതിന്റെ സ്ക്വയർ എടുക്കുക, എന്നിട്ട് അതിനെ സം ചെയ്യുക, എല്ലാ വാല്യൂസിന്റെയും സം ചെയ്യുക, ഡിവൈഡഡ് ബൈ n ചെയ്താൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ കിട്ടും അല്ലെ. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ പുട്ട് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഈ R = summation xy by n into sigma xi into xy സിഗ്മയുടെ വാല്യൂ പുട്ട് ചെയ്യുമ്പോൾ നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണാനുള്ള ഇക്വേഷൻ കിട്ടും. R = summation xy minus summation x into summation y into y divided by square root of n into summation x square minus summation x into whole square into summation x n into summation y square minus summation y whole square. ഓക്കെ, ആ ഒരു ഫോർമാറ്റിൽ. അപ്പൊ ഇതിൽ ഏതൊക്കെ നമ്മൾ കാണേണ്ടി വരും, സമ്മേഷൻ എക്സ് ഇൻറ്റു വൈ കാണേണ്ടി വരും, സമ്മേഷൻ എക്സ് കാണേണ്ടി വരും, സമ്മേഷൻ വൈ കാണേണ്ടി വരും, സമ്മേഷൻ എക്സ് സ്ക്വയർ കാണേണ്ടി വരും, സമ്മേഷൻ എക്സിന്റെ ഹോൾ സ്ക്വയർ കാണേണ്ടി വരും. സമ്മേഷൻ എക്സ് കണ്ടതുണ്ടെങ്കിൽ അതിന്റെ ഹോൾ സ്ക്വയർ കണ്ടാൽ മതി അല്ലെ. അപ്പൊ ആ ഒരു ഫോർമാറ്റിൽ തന്നെ സമ്മേഷൻ വൈ സ്ക്വയർ കാണും, സമ്മേഷൻ വൈ ഇൻറ്റു സമ്മേഷൻ വൈ ഹോൾ സ്ക്വയറും കാണും. അപ്പൊ നമുക്കൊരു പ്രോബ്ലം ഒരു ഇത് വെച്ചിട്ട് ചെയ്യാം അല്ലെ. ഒരു എന്താ ഒരു ഇലിസ്ട്രേഷൻ വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഒരു ഡാറ്റയിൽ എക്സ് വാല്യൂ തന്നിട്ടുണ്ട്, വൈ വാല്യൂ തന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് അസ്യൂംഡ് മീൻ കാണാം. ഇവിടെ എക്സ് = 56 ആണ് എടുത്തത്, വൈ = 50 ആണ് എടുത്തത്. അപ്പൊ രണ്ടിലും എക്സിനും വൈക്കും നമ്മളൊരു അസ്യൂംഡ് മീൻ കണ്ടെത്തിയിട്ടില്ല ഇതില്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് തന്ന ഡാറ്റ ഏതാ, 34 അല്ലെ. 34ൽ നിന്നും അസ്യൂംഡ് മീൻ മൈനസ് ചെയ്യാം. 34 - 56. ഓക്കെ,
ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ അസ്യൂംഡ് മീനെ എന്ത് ചെയ്യുക, ഓരോ ഡാറ്റയിൽ നിന്നും മൈനസ് ചെയ്യുക. 34 മൈനസ് 56 എത്ര കിട്ടും? -22 കിട്ടും. അതാണ് എക്സ് ബാർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി സെക്കൻഡ് ചെയ്യാം. 42 മൈനസ് 56 മൈനസ് 14. അങ്ങനെ ആ ഒരു കോളം കംപ്ലീറ്റ് നമ്മൾ ചെയ്യാം. അതാണ് എന്ത് എക്സ് ബാർ വരിക. ഓരോ ഇൻഡിവിജ്വൽ സ്കോറിന്റെയും എക്സ് ബാർ വരിക. ഇനി അതേപോലെ തന്നെ വൈ ബാർ കാണാം. വൈയിൽ നിന്നും എന്ത് ചെയ്യാം, ജോഗ്രഫിയിലുള്ള മാർക്കാണ് ഇവിടെ വൈ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചല്ലേ. ജോഗ്രഫിയിലുള്ള മാർക്കിന്റെ അസ്യൂംഡ് മീൻ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ആ അസ്യൂംഡ് മീനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, അസ്യൂംഡ് മീൻ ഓരോ മാർക്കിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വൈ ബാർ കിട്ടും അല്ലെ. ഇപ്പൊ സമ്മേഷൻ എക്സ് ബാർ കിട്ടി, വൈ ബാർ കിട്ടി. ഇനി ആ രണ്ട് വാല്യൂസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് -22 ഇൻറ്റു 12 ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? -264 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ നമുക്ക് എക്സ് ബാർ വൈ ബാർ കിട്ടി. ഇനി നമുക്ക് എക്സ് ബാർ ഹോൾ സ്ക്വയർ വേണം. അതെങ്ങനെയാ കാണാം? എക്സ് ബാർ ഹോൾ സ്ക്വയർ നമുക്ക് എന്തുണ്ട്, എക്സ് ബാർ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ, അതിന്റെ സ്ക്വയർ എടുക്കാം. വൈ ബാർ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്, അതിന്റെ സ്ക്വയർ എടുക്കാം. ഓക്കെ, എക്സ് ബാർ ഹോൾ സ്ക്വയറും വൈ ബാർ ഹോൾ സ്ക്വയറും കിട്ടി. ഇനി എന്ത് ചെയ്യാ, ജസ്റ്റ് ഇക്വേഷനിൽ വാല്യൂ പുട്ട് ചെയ്യാം. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പൊ എങ്ങനെയാ ആൻസർ കിട്ടിയിൽ നമ്മൾ അത് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാ ഫൈൻഡ് ചെയ്യാം? ഇവിടെ എത്രയാണ് കിട്ടിയത്? +50 ആണ് കിട്ടിയത്. അപ്പൊ അത് ഏത് കോറിലേഷൻ ആയിരിക്കും? പോസിറ്റീവ് ആണ് അല്ലെ. പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. പോസിറ്റീവ് കോറിലേഷനിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണോ, ഇംപെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണോ? ഇംപെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ് അല്ലെ. എന്തുകൊണ്ടാ? നമ്മുടെ വാല്യൂ തന്നത് കിട്ടിയത്, നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ 0ക്കും 1നും ഇടയിലാണ്. അതായത് ഒരു പോസിറ്റീവ് ഫ്രാക്ഷൻ ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, നമ്മളെ ഇതൊരു കോറിലേഷൻ ത്രൂ പോസിറ്റീവ് ഇംപെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ് എന്നുള്ള രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർപ്രിറ്റ് ചെയ്യാനും അസംഷൻ ചെയ്യാനും ഒക്കെ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് സ്പിയർമാൻ റാങ്ക് ഓർഡർ കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ് അല്ലെ. അതിന് നമ്മൾ ഒരു ഇക്വേഷനും പറഞ്ഞു. എന്തായിരുന്നു ഇക്വേഷൻ? റോസ് ഈക്വൽ ടു 1 - 6 ഇൻറ്റു സമ്മേഷൻ d സ്ക്വയർ ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. ഇവിടെ d എന്ന് ഉദ്ദേശിക്കുന്നത് റാങ്ക് ഓഫ് പെയർ ഓഫ് വാല്യൂ എക്സ് ആൻഡ് വൈ. അതായത് നമ്മൾ കോറിലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് വേരിയബിൾ ഉണ്ടായിരിക്കും, എക്സും വൈയും അല്ലെ. അതിന്റെ റാങ്കുകൾ തമ്മിൽ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? d കിട്ടുക. Rx മൈനസ് എക്സും വൈ ആണ് നമ്മൾ തന്നിട്ടുള്ള വേരിയബിൾ എന്ന് എടുക്കുകയാണെങ്കിൽ Rx മൈനസ് RY. n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഡിയും എന്നും കിട്ടിക്കഴിഞ്ഞാൽ റോയുടെ വാല്യൂ നമുക്ക് ആ ഇക്വേഷൻ വെച്ച് ഫൈൻഡ് ചെയ്യാം അല്ലെ. ഓക്കെ, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടെ നമുക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാവട്ടെ. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തരിക. എക്സിന് ഒരു വാല്യൂ ഉണ്ടായിരിക്കും, വൈക്ക് ഒരു വാല്യൂ ഉണ്ടായിരിക്കും. നമ്മളോട് പറയും റാങ്ക് ഓർഡർ കോറിലേഷൻ കോഎഫിഷ്യന്റ് മെത്തേഡ് വഴി കോഎഫിഷ്യന്റ് കണ്ടെത്താം, കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇക്വേഷൻ വെച്ചിട്ട് എക്സ് നമ്മൾ എഴുതും ടാബുലർ കോളത്തിന്റെ ഫസ്റ്റ് കോളത്തിൽ, വൈ എഴുതും. ഇനി നമുക്ക് റാങ്കിൻ എക്സ് Rx മൈനസ് RY ചെയ്യണ്ടേ. അപ്പൊ അതിന് Rx കിട്ടണം. Rx എങ്ങനെയാ കാണാൻ? ഇങ്ങനെയാ നമ്മളൊരു റാങ്ക് കാണാറ് യൂഷ്വലി. ഒരു എക്സാം ഒക്കെ നടത്തി കഴിഞ്ഞിട്ട് അതിലുള്ള റാങ്ക് നമ്മൾ എങ്ങനെയാ ഫൈൻഡ് ഔട്ട് ചെയ്യാം? ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത കുട്ടിക്ക് നമ്മൾ ഫസ്റ്റ് റാങ്ക് കൊടുക്കൂലെ, അടുത്ത മാർക്ക് സ്കോർ ചെയ്ത കുട്ടിക്ക് സെക്കൻഡ് റാങ്ക്, അങ്ങനെ കൊടുക്കൂലെ. അതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ കേസിലും ചെയ്യാം. അപ്പം ഇവിടെ നമ്മൾ എക്സ് എന്ന് പറഞ്ഞ കോളത്തിൽ നോക്കാം. എക്സ് എന്ന് പറഞ്ഞ ടാബുലർ കോളത്തിൽ നോക്കുമ്പോൾ, സോറി ഈ ഒരു കോളത്തിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് ചെയ്താൽ 91, 13, 65, 46, 54, 46, 46, 65, 39 ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഏറ്റവും കൂടുതൽ വന്നത് 91 ആണ്. അപ്പൊ 91ന് നമ്മൾ എന്ത് കൊടുക്കുക? റാങ്ക് 1 എന്ന് കൊടുക്കുക. അതുകൊണ്ടാണ് ഇവിടെ 1 ആണ്. ഓക്കെ, ഇനി ഏറ്റവും കുറവാണ് 13 അല്ലെ. ടോട്ടൽ 10 നമ്പേഴ്സ് ആണുള്ളത്. അപ്പം 13 എന്താ വരിക? 10th റാങ്ക് ആണ് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ടാബുലർ കോളത്തിൽ നമുക്കുള്ളത്, അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓരോന്നിന്റെ റാങ്ക് നോക്കുന്നതിന് പകരം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇങ്ങനെ റാങ്ക് ഇട്ട് പോയാൽ മതി. അപ്പൊ ആ ഒരു കോളം ഫില്ല് ആവുമല്ലോ. അപ്പൊ ലാസ്റ്റ് നിങ്ങൾക്ക് ഓരോന്നിന്റെയും കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് 65 ആണ് അല്ലെ. 65 ഒരു പ്രോബ്ലം ഉണ്ട്. എന്താ? 65 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതായത് തേർഡ് റാങ്ക് നമ്മൾ കൊടുക്കേണ്ടത് 65-നാണ്. പക്ഷെ 65 എന്ന് പറഞ്ഞ മാർക്ക് 2 കുട്ടികൾ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആവുന്ന കേസിൽ നമുക്ക് തേർഡ് റാങ്ക് എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് മാത്രം കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് ആഡ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഏതൊക്കെ പൊസിഷനിലാണ് വന്നത്? ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ
ഫസ്റ്റ് പൊസിഷൻ നമ്മൾ പറഞ്ഞു അല്ലെ, 91 ഫസ്റ്റ്. സെക്കൻഡ് നമുക്ക് ഏതാ, സെക്കൻഡും തേർഡും ആണ് എന്ത് വരുന്നത്, 65 രണ്ടെണ്ണം വന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, 2 + 3/2 ചെയ്യാം. ഓക്കെ, സെക്കൻഡ് തേർഡ് പ്ലേസുകളിലായിട്ടല്ലേ ഇരുന്നോ 65 വരുന്നിരുന്നത്. അപ്പൊ നമ്മൾ 2 + 3 5 5/2 2.5. രണ്ട് കുട്ടികൾക്കും നമ്മൾ എന്ത് ചെയ്യാം, 2.5 2.5 എന്നുള്ള റാങ്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടോ 65 2.5 ആണ്. നെക്സ്റ്റ് രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് വന്ന 65 നമ്മൾ 2.5 ആണ് കൊടുത്തത്. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് 2.5 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അത് കഴിഞ്ഞു അല്ലെ. സെക്കൻഡും തേർഡും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് റാങ്ക് 4th റാങ്ക് ആണ് വരിക. ഓക്കെ, പിന്നെ നിങ്ങൾ തേർഡ് റാങ്ക് ചെയ്തരുത് കേട്ടോ, കാരണം ഓൾറെഡി രണ്ടാളുകൾക്ക് നമ്മൾ കൊടുത്തു. പക്ഷെ നമ്മൾ അവരെ എന്താ ഈക്വലി കൺസിഡർ ചെയ്യണം അല്ലെ. ഒരാൾക്ക് സെക്കൻഡ് റാങ്ക് ഒരാൾക്ക് തേർഡ് റാങ്ക് എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. രണ്ടാളും സെയിം മാർക്കാണ് എന്ത് ചെയ്തത്, സ്കോർ ചെയ്തത്. അപ്പൊ അവരെ രണ്ടുപേരും ഈക്വലി കൺസിഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ 2.5 2.5 എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി നമ്മൾ 3 എന്ന് പറഞ്ഞു കൊടുക്കരുത്, കാരണം ഓൾറെഡി 3ൻ്റെതാണ് നമ്മൾ എന്ത് ചെയ്ത് ഈക്വലി പാർട്ട് ചെയ്ത് കൊടുത്തത്. ഇനി നെക്സ്റ്റ് വരേണ്ടത് എന്താണ്, 4 ആണ്. അപ്പൊ 4 നെക്സ്റ്റ് കൂടുതൽ വന്ന് മാർക്ക് ചെയ്താൽ 54 നമ്മൾ എന്ത് ചെയ്തു, 4th റാങ്ക് കൊടുത്തു. നെക്സ്റ്റ് വന്നത് ഏതാണ്, 54 കഴിഞ്ഞാല് നോക്കാം 48 അല്ലെ. 48 ഉണ്ട് ഇവിടെ. 48ന് നമ്മൾ 5th റാങ്ക് കൊടുത്തു. പിന്നെ വരുന്നത് 46 ആണ്. 46നും ഇതേ പ്രശ്നം തന്നെയാണ്, 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 6th 7th റാങ്കുകളായിട്ടാണ് അവർക്ക് കൊടുക്കേണ്ടത്. പക്ഷെ അവർക്ക് അങ്ങനെ സെപ്പറേറ്റ് കൊടുത്താൽ അതെന്താവും, പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല അല്ലെ. രണ്ടാളും സെയിം മാർക്കാണ് സ്കോർ ചെയ്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ 2 പൊസിഷൻസ് ആഡ് ചെയ്യും. 6 + 7. ഓക്കെ, ഇവിടെ എന്ത് ചെയ്ത് 46. ഓക്കെ, 2 8 7 എന്നുള്ള രീതിക്കാണ് കൊടുത്തത്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിക്ക് നമുക്ക് ചെയ്യാം കേട്ടോ. യൂഷ്വലി എന്താണ് ചെയ്ത് 2 മാർക്ക് സെയിം വന്നാലും നമ്മൾ ആഡ് ചെയ്തിട്ട് അതിന്റെ ഹാഫ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, ഇനി റാങ്കിൻ വൈയും നമുക്ക് ആ സെയിം മെത്തേഡിൽ ചെയ്യാം. ഇനി എന്താ, റാങ്ക് ഡിഫറൻസ് ആണ് ഡി എന്ന് പറഞ്ഞാൽ അല്ലെ, RX - RY. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യും, 1 - 1 0. അങ്ങനെ ഓരോന്നിന്റെയും കാണുമ്പോൾ നമുക്ക് RX - RY കിട്ടും. അതാണ് ഡിയുടെ വാല്യൂ. അതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് D² കിട്ടും. ഇനി സമ്മേഷൻ D² ചെയ്യാം. ഓക്കെ, സമ്മേഷൻ D² ചെയ്ത് കഴിയാം. പിന്നെ എന്ത് ചെയ്യാം, ആ വാല്യൂസ് നമ്മൾ ആ ഇക്വേഷൻ സിഗ്മയുടെ ഇക്വേഷനിൽ പുട്ട് ചെയ്യുക. സിഗ്മയുടെ ഇക്വേഷൻ എന്തായിരുന്നു, സിഗ്മ = 1 - 6 into summation D². സമ്മേഷൻ D² ഇപ്പൊ നമ്മൾ ഫൈൻഡ് ചെയ്തില്ലേ, ഡിവൈഡഡ് ബൈ n into n² - 1. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യാം, കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണാം. കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻസ് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി R-ന്റെ വാല്യൂ 1 ആണെങ്കിൽ നമ്മൾ അതിനെ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. R = -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ വേരിയബിൾ എന്ന് പറയും. ഫ്രാക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനെ ഇംപെർഫെക്റ്റ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ് പറയാന്ന് പറഞ്ഞു അല്ലെ. അത് തന്നെ എന്ത് 0.81 to 1 ആകുമ്പോ 0.6 to 0.8 ആകുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ലെവൽ മാറുന്നതിനനുസരിച്ച് വെരി ഹൈ, ഹൈ, മോഡറേറ്റ്, ലോ, വെരി ലോ എന്നുള്ള രീതിക്ക് നമ്മൾ എന്ത് ചെയ്യും, നെയിം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഇനി എന്താ ഇങ്ങനെ ഒരു കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ യൂസേജ് എന്തൊക്കെയാ വരിക, മെയിൻ ആയിട്ട് നമുക്ക് 2 വേരിയബിൾസിനെ തമ്മിൽ കണക്ട് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. ഇറ്റ് ഹെൽപ് ടു ഫൈൻഡ് ഔട്ട് ദ kind as well as degree of relationship that may exist between 2 sets of scores. It is used to establish the reliability and validity of test. It is used in regression equation and factor analysis. ഇതിലിപ്പോ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റൂലേ, അതെന്താ ഇപ്പൊ 0.41 ഒക്കെയാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആൾ മോഡറേറ്റ് ലെവലിലാണ്, എന്താ സെയിം. അതായത് ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്റ്റഡി ടൈമും മാർക്കും ആണെന്ന് വിചാരിക്കാം. നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് വൈ ചെയ്തപ്പോൾ നമുക്ക് 0.41 ആണ് കിട്ടിയത്. അപ്പൊ നമുക്ക് പറയാം എന്ത്, ആളുടെ മോഡറേറ്റ് ആണെന്നുള്ള രീതിക്ക് പറയാം. അതായത് ആളുടെ സ്റ്റഡി ടൈമിനനുസരിച്ചിട്ട് ആൾക്ക് കിട്ടിയ മാർക്ക് നോക്കുമ്പോൾ മോഡറേറ്റ് ലെവലിലാണ് വരുന്നത്, ആ ഒരു ലെവലിൽ പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് 2 മെഷർമെന്റ്സ് അല്ലെങ്കിൽ 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻസ് പറയാൻ വേണ്ടിയിട്ട് കോറിലേഷൻ കോഎഫിഷ്യന്റ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഗ്രാഫ് ആൻഡ് ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ ആണ് കേട്ടോ. അപ്പൊ നമ്മള്
കോറിലേഷൻ പാർട്ട് കംപ്ലീറ്റ് ആയിട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് ഗ്രാഫ് ആൻഡ് ഡയഗ്രാം. നമുക്ക് എല്ലാവർക്കും പ്രോപ്പർ ആയിട്ട് അറിയുന്ന കാര്യമാണ് അല്ലെ. വലിയൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റനെ സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഒരു പിക്ചറിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രാഫ് അല്ലെങ്കിൽ ഡയഗ്രാംസ് എന്നൊക്കെ പറയാം അല്ലെ. നമുക്ക് ഈ ഒരു സെക്ഷനിൽ ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം, ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് അല്ലെങ്കിൽ ജി കർവ്സിനെ കുറിച്ചിട്ടുമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ബാർ ഡയഗ്രാം നോക്കാം അല്ലെ. ബാർ ഡയഗ്രാം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്തായിരിക്കും, ഒരു എക്സ് ആക്സിസ് ഉണ്ടായിരിക്കും, വൈ ആക്സിസ് ഉണ്ടായിരിക്കും. എക്സ് ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്യും, രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട് അല്ലെ. എക്സ് ആക്സിസിൽ ഏതാണോ എലമെന്റ് അതിനെയും ഫ്രീക്വൻസി അല്ലെങ്കിൽ വേരിയബിൾസിനെ നമ്മൾ വൈ ആക്സിസിലും കൊടുക്കാറുണ്ട്, നേരെ ഓപ്പോസിറ്റും കൊടുക്കാറുണ്ട് അല്ലെ. മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാ, രണ്ട് ബാറിന്റെയും വിഡ്ത് സെയിം ആയിരിക്കണം. അതുപോലെ എന്താ, പ്രോപ്പർ ആയിട്ട് മെഷർമെന്റ് നമ്മൾ അതിൽ അടയാളപ്പെടുത്തണം. എന്താണ് നമ്മൾ അടയാളപ്പെടുത്തിയെന്നുള്ളത് നമ്മൾ സൈഡിൽ ചെയ്യാറുണ്ട് അല്ലെ. അതുപോലെ ഈക്വൽ വിധത്തിലുള്ള ബാർസ് ആയിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഇത് ബാർ ഡയഗ്രാം കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, പ്രത്യേകിച്ച് പറയേണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് പൈ ഡയഗ്രാം ആണ്. പൈ ഡയഗ്രാം എങ്ങനെയാ, നമുക്ക് റെപ്രസെന്റ് ചെയ്യേണ്ട ഡാറ്റയെ ഒരു സർക്കിളിന്റെ ഉള്ളിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ, പൈ ഡയഗ്രാം എന്ന് പറയാം അല്ലെ. അപ്പൊ പൈ ഡയഗ്രത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്യൂട്ടബിൾ ഫ്രീക്വൻസി, നമുക്ക് ഇഷ്ടമുള്ള ഫ്രീക്വൻസി, സ്യൂട്ടബിൾ റേഡിയസിലുള്ള ഒരു സർക്കിൾ ഫസ്റ്റ് വരക്കണം. ഓക്കെ, അത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ 5 സെന്റിമീറ്റർ ആക്കാം, 10 സെന്റിമീറ്റർ റേഡിയസ് ഉള്ളത് വേണമെങ്കിൽ 10 സെന്റിമീറ്റർ വരക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വരക്കാം അല്ലെ. സ്യൂട്ടബിൾ റേഡിയസിലുള്ള ഒരു സർക്കിൾ വരക്കണം. റേഡിയസ് എന്ത് ചെയ്യണം, നമ്മൾ വരക്കണം. പിന്നെ ആ റേഡിയസിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സെക്ടറിന്റെയും ആംഗിൾ എത്രയാന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലെ. കാരണം നമുക്ക് തരുന്ന ഡാറ്റ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ കണ്ടോ, ഹൗസ് റെന്റ് എന്നുള്ള ഒരു ഡാറ്റ തന്നിട്ടുണ്ട് അല്ലെ. ഹൗസ് റെന്റ് എങ്ങനെയാ തന്നെ, 5,000, 8,000, 2,000, 3,000, 2,000 അങ്ങനെ തന്നെ ടോട്ടൽ 20,000 ഉണ്ട് അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഒരു സർക്കിളില് മെഷർ ചെയ്യണം അല്ലെങ്കിൽ സർക്കിളിൽ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യണം, അടയാളപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അത് എത്ര ഡിഗ്രി ആണെന്നുള്ളത് അറിയണം അല്ലെ. കാരണം ഒരു സർക്കിളിന് 360 ഡിഗ്രി ആണുള്ളത്. സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിളിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഇപ്പൊ ഈ 5,000നെ നമ്മൾ ആംഗിളിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, 5,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാ, 20,000 അല്ലെ. 5,000 ഡിവൈഡഡ് ബൈ 20,000 ഇൻറ്റു 360 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അതിന്റെ ആംഗിൾ കിട്ടും. ആംഗിൾ 90 ഡിഗ്രി എന്നുള്ളത് കിട്ടില്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, റേഡിയസിൽ വെക്കുക, പ്രൊട്രാക്ടർ വെക്കുക, 90 ഡിഗ്രി മെഷർ ചെയ്യാം. പിന്നെ നമ്മൾ സെക്കൻഡ് വാല്യൂ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ എന്താ, സെക്കൻഡ് വാല്യൂ ഇതേപോലെ നമ്മൾ കണ്ടപ്പോ നമുക്ക് 144 എന്ന് കിട്ടില്ലേ, 144 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ റേഡിയസിൽ വെച്ചിട്ട് വെക്കണം അല്ലെ. നെക്സ്റ്റ് ലൈൻ മുതൽ വേണം ചെയ്യാൻ. ഇപ്പൊ ഇവിടെ പൈ ഡയഗ്രാം എന്നുള്ള ആ ഒരു റൈറ്റിങ്സ് കണ്ടോ, അതിന്റെ നേരെയുള്ള റേഡിയസ് ആണ് നമ്മൾ ഫസ്റ്റ് എടുത്തതെന്ന് വിചാരിക്കുക. ഫസ്റ്റ് നമ്മൾ 90 ഡിഗ്രി മെഷർ ചെയ്തു. പിന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ ലൈനിൽ നിന്ന് വേണം നമ്മൾ 144 ഡിഗ്രി ചെയ്യാനൊക്കെ. അപ്പൊ അങ്ങനെ ടോട്ടൽ നമ്മൾ എല്ലാ ഐറ്റത്തിന്റെയും നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആവും. പിന്നെ നമ്മൾ ചെയ്യേണ്ട എന്താണ്, ഇതിലുള്ള ഓരോ ഡാറ്റക്കും നമുക്ക് വേണമെങ്കിൽ ഡിഫറെന്റ് കളേഴ്സ് യൂസ് ചെയ്യാം. ഫുഡ് എന്ന് പറഞ്ഞ ഐറ്റത്തിന് എനിക്ക് വേണമെങ്കിൽ ഗ്രീൻ കൊടുക്കാം, ഹെൽത്ത് കെയർ എന്നുള്ളതിന് റെഡ് കൊടുക്കാം. അങ്ങനെ കളർഫുൾ ആയിട്ട് ചെയ്യാം. പാറ്റേൺ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഓരോ കളറും അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തതിനു ശേഷം ഓരോ കളറും റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ് എന്നുള്ളത് സൈഡിൽ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. ഗ്രീൻ കളർ എന്ന് പറയുന്നത് ഫുഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെ സൈഡിൽ നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ പൈ ഡയഗ്രാം കംപ്ലീറ്റ് ആയി അല്ലെ. അപ്പൊ ഒരു പൈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കൺക്ലൂഷനിൽ എത്താനൊക്കെ പറ്റും അല്ലെ. വലിയൊരു ഡാറ്റ ഒരു ടാബുലാർ കോളത്തിൽ കൊടുക്കുന്നതിനെക്കാട്ടിലും പൈ ഡയഗ്രാം നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാനും ഏതാണ് കൂടുതൽ എന്ന് പറയാനൊക്കെ എളുപ്പമാണ് അല്ലെ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൈ ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. ഡയഗ്രാംസ് യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റയെ സിമ്പിൾ ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡയഗ്രാംസിൽ വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഗ്രാഫുകളാണ് കേട്ടോ. ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഗ്രാഫിംഗ് ഷീറ്റിൽ ഗ്രാഫ് ഷീറ്റിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഡയഗ്രാംസിനെയാണ് നമ്മൾ ഗ്രാഫ്സ് എന്ന് പറയാം. ഓക്കെ, അതിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് ഹിസ്റ്റോഗ്രാം ആണ്. ഹിസ്റ്റോഗ്രാം നമ്മൾ പറഞ്ഞില്ലേ, എന്താ ബാർ ഡയഗ്രത്തിന്റെ ഏകദേശം സെയിം ഇതിൽ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യാൻ കാണുമ്പോൾ.
ഹലോ, മനസ്സിലാക്കി. പ്രോപ്പറായിട്ട് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ചെറിയ എന്തോ പ്രശ്നമാണ്. ഓക്കെ, റെഡി ആയിട്ടുണ്ട് അല്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഹിസ്റ്റോഗ്രാമിനെ കുറിച്ചാണ് അല്ലെ. ഹിസ്റ്റോഗ്രാമും ബാർ ഡയഗ്രം നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം സിമിലർ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ബാർ ഡയഗ്രത്തിൽ നമുക്ക് എന്തായിരുന്നു, ഒരു വാല്യൂ കഴിഞ്ഞ് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അല്ലെ. ഹിസ്റ്റോഗ്രാമിന്റെ കേസിൽ അത് ഉണ്ടായിരിക്കില്ല, കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഹിസ്റ്റോഗ്രാമിന്റെ എക്സ് ആക്സിസിൽ നമ്മൾ എക്സാക്ട് ലിമിറ്റ് ഓഫ് ക്ലാസ് ഇന്റർവെൽ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുക. എക്സാക്ട് ലിമിറ്റ് ഓഫ് ക്ലാസ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ക്ലാസ് ഇന്റർവെൽ ഇപ്പൊ ഈ ഒരു എക്സാമ്പിളിൽ 1 to 10 ആണ് അല്ലെ. 1 to 10 ആണ് ക്ലാസ് ഇന്റർവെൽ എന്നുണ്ടെങ്കിൽ എക്സാക്ട് ലിമിറ്റ് ഓഫ് ക്ലാസ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ എന്താ, 1 + 10/2 അല്ലെ. 11/2 5.5 ആണ് നമ്മൾ എന്ത് ചെയ്യാം ഹിസ്റ്റോഗ്രാമില് എക്സ് ആക്സിസിൽ കൊടുക്കാം. വൈ ആക്സിസിൽ ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. ഇനി ഓരോ ഫ്രീക്വൻസിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ എക്സാക്ട് ലിമിറ്റ് ഓഫ് ക്ലാസ് ഇന്റർവെല്ലിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ ആക്സിസിലെ വാല്യൂ ഫ്രീക്വൻസി നമ്മൾ കൊടുക്കും. ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ എല്ലാ പോയിന്റ്സും മെഷർ ചെയ്തതിനു ശേഷം ഹിസ്റ്റോഗ്രാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഫ്രീക്വൻസി പോളിഗൺ ആണ്. ഫ്രീക്വൻസി പോളിഗണില് നമ്മൾ ഓൾമോസ്റ്റ് ഹിസ്റ്റോഗ്രാമിന്റെ പോലെ തന്നെ ഹിസ്റ്റോഗ്രാം ഇല്ലാതെയും വരക്കും, ഫ്രീക്വൻസി പോളിഗൺ ഹിസ്റ്റോഗ്രാം വെച്ചിട്ടും വരക്കും. ഓക്കെ, അതായത് സെയിം മെത്തേഡ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇതിൽ എന്താണ് ചെയ്യുന്നത്, എക്സ് ആക്സിസില് എക്സാക്ട് സ്കോർ ലിമിറ്റ് ഓൺ സ്യൂട്ടബിൾ സ്കെയിൽ നമ്മൾ മെഷർ ചെയ്തും വൈ ആക്സിസിൽ ഫ്രീക്വൻസി കൊടുക്കും. ഓരോ ക്ലാസ് ഇന്റർവെല്ലിന്റെയും പോയിന്റ് നമ്മൾ എന്ത് ചെയ്യും, മിഡ് പോയിന്റ് നമ്മൾ എന്ത് ചെയ്യും പോയിന്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. മറ്റേതിൽ എന്തായിരുന്നു, ടാബ്ലർ മീൻസ് ഒരു ബാർ ആയിട്ടല്ലേ നമ്മൾ വരച്ചത്. ഇവിടെ എന്തായിരിക്കും പോയിന്റ് ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഫൈനലി നമ്മൾ എന്ത് ചെയ്യണം, എക്സ് ആക്സിസിൽ ആ 2 എൻഡ് പോയിന്റ്സ് നമ്മൾ മീറ്റ് ചെയ്യിക്കണം. ഓക്കെ, അപ്പോഴാണ് നമ്മൾ ഫ്രീക്വൻസി പോളിഗൺ കർവ് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് ആണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ക്ലാസ് ഇന്റർവെല്ലില് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്തായിരുന്നു, ഫ്രീക്വൻസി ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ളതിന് നമ്മൾ എന്ത് ചെയ്യാൻ, റെപ്രസെന്റ് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് യൂസ് ചെയ്യാം. അത് മെയിൻലി 2 രീതിക്കാണുള്ളത്, ലെസ് ദാനും ഉണ്ട്, അതുപോലെ ലെസ് ദാൻ ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ടൈപ്പ് ഉണ്ട്. ഓക്കെ, എന്താണ് ലെസ് ദാൻ ടൈപ്പ്, ഇവിടെ മോർ ദാൻ ടൈപ്പ് എന്നാണ് പറഞ്ഞത് അല്ലെ. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അതുപോലെ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് ഉണ്ട്. ഓക്കെ, എന്താണ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എന്ന് നോക്കാം അല്ലെ. ഫസ്റ്റ് ഇവിടെ ക്ലാസ് ഇന്റർവെൽ കൊടുത്തത് 1 to 10, ഫ്രീക്വൻസി കൊടുത്തത് 3 അല്ലെ. സെക്കൻഡ് ക്ലാസ് ഇന്റർവെൽ 11 to 20, അതിന്റെ ഫ്രീക്വൻസി 5. തേർഡ് 21 to 30, ഫ്രീക്വൻസി 6. ആ ഒരു പാറ്റേണിലാണ് കൊടുത്തത് അല്ലെ. ഇനി എങ്ങനെയാണ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാന്നുള്ളത് നോക്കാം. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത് അപ്പർ ലിമിറ്റ് ആണ്. ക്ലാസ് ഇന്റർവെല്ലിന്റെ അപ്പർ ലിമിറ്റ് കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഫസ്റ്റത്തെ നമ്മുടെ എക്സാമ്പിൾ നോക്കാം. നമുക്ക് തന്നെ ക്ലാസ് ഇന്റർവെല്ലില് ഫസ്റ്റ് വരുന്ന എൻട്രി ഏതാ, 1 to 10 ആണ് അല്ലെ. അതിന്റെ അപ്പർ ലിമിറ്റിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുമ്പോൾ. അപ്പർ ലിമിറ്റ് ഏതാ, 1 to 10ന്റെ അപ്പർ ലിമിറ്റ് 10 അല്ലെ. അപ്പൊ 10നെ നമ്മൾ കൺസിഡർ ചെയ്യാം. ഇനി ലെസ് ദാൻ 10 വരുന്നത് എത്ര ഫ്രീക്വൻസിക്കാണോ അതാണ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരിക. ഓക്കെ, അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ക്ലാസ് ഇന്റർവെല്ലിന്റെ അപ്പർ ലിമിറ്റ് എടുക്കുക. അപ്പർ ലിമിറ്റ് 10 വരെയുള്ള വാല്യൂസ് 1 to 10 വരെയുള്ളതിലൊക്കെ 3 ആണ് അല്ലെ ഫ്രീക്വൻസി. അപ്പം ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയായിരിക്കും, 3 ആയിരിക്കും. ക്ലിയർ ആയി വിചാരിക്കുന്നു. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് 11 to 20 ആണ് നെക്സ്റ്റ് ക്ലാസ് ഇന്റർവെല്ലിൽ വരുന്നത് അല്ലെ. അതിൽ നമ്മൾ നോക്കുമ്പോൾ
നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഫ്രീക്വൻസി 5 ആണ് വന്നത്. നമുക്ക് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണമെങ്കിൽ നമ്മൾ അപ്പർ ലിമിറ്റ് ആണ് കൺസിഡർ ചെയ്യേണ്ടത് ക്ലാസ് ഇന്റർവെല്ലിന്റെ. അതായത് 20-നെക്കാട്ടിലും കുറവുള്ളതൊക്കെയാണ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നുള്ളതിനോട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ 20-നെക്കാട്ടിലും കുറവുള്ള ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? 5ഉം 3ഉം അതിൽ ഇൻക്ലൂഡ് ആവും അല്ലെ. 10ഉം 20-നെക്കാട്ടിലും കുറഞ്ഞത് തന്നെയല്ലേ, ലെസ് ദാൻ തന്നെയല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? 5 + 3 8 എന്ന് വരും. ഓക്കെ, ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇനി 21 to 30 എന്നുള്ള ക്ലാസ് ഇന്റർവെൽ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പർ ലിമിറ്റ് എടുക്കുക. അപ്പർ ലിമിറ്റ് 30. 30-നെക്കാട്ടിലും കുറഞ്ഞ വാല്യൂസ് വരുന്ന ഫ്രീക്വൻസി ഏതൊക്കെയാ വരിക? 4, 6, 5, 3 അല്ലേ. സോറി 30 ആണ് അല്ലെ. 6 + 5 + 3 എത്ര വരും? 14 വരും. ഓക്കെ, ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണേണ്ടത്. ഓക്കെ, അതായത് നമ്മൾ അപ്പർ ക്ലാസ് ഇന്റർവെല്ലിന്റെ അപ്പർ ലിമിറ്റ് എടുക്കുക. അപ്പർ ലിമിറ്റ് വരെയുള്ള ഫ്രീക്വൻസി എത്രയാണെന്ന് നോക്കാം. ഇനി അതിന് തൊട്ട് മുമ്പുള്ളതും എന്താണ് അതിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ നമ്മൾ ആ ഒരു ഫ്രീക്വൻസി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുക. ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാം അല്ലെ. ഈ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ പോയിന്റുകൾ നമ്മൾ ഗ്രാഫ് പേപ്പറിലും മെഷർ ചെയ്തിട്ട് നമുക്ക് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് നമുക്ക് വരക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് ആണ്. മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എന്നുള്ളത് എന്താ ഉദ്ദേശിക്കുന്നത്? മോർ ദാൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ലോവർ ലിമിറ്റിനെ കൺസിഡർ ചെയ്യാം. അപ്പൊ 1 to 10 എന്ന ക്ലാസ് ഇന്റർവെല്ലിലെ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എനിക്ക് കാണണമെങ്കിൽ ഞാൻ 1 to 10 എന്ന ക്ലാസ് ഇന്റർവെല്ലിന്റെ ലോവർ ലിമിറ്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ലോവർ ലിമിറ്റ് എത്രയാ? 1 അല്ലേ. 1-നെക്കാട്ടിലും കൂടുതൽ വരുന്ന മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. അപ്പൊ അതിനെക്കാട്ടിലും കൂടുതൽ വരുന്നത് ഏതൊക്കെയാ വരിക? 12, 6, 4, 3, 1 എല്ലാതും ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 50 കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. 11 to 20 നോക്കാം. 11 to 20 നമ്മൾ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലോവർ ലിമിറ്റ് കൺസിഡർ ചെയ്യണം. 11 to 20 ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് ഏതാ? 11 ആണ് അല്ലെ. ഓക്കെ, അപ്പൊ 11 എടുക്കും. 11-നെക്കാട്ടിലും കൂടുതൽ വരുന്നതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ 11 to 20 വരുന്നതിൽ 5ഉം 6ഉം 4 ഒക്കെ അതിനെക്കാട്ടിലും 5 അതിൽ ഇൻക്ലൂഡഡ് ആണ്. 6ഉം 4ഉം 6, 12 ആ വാല്യൂസ് ഒക്കെ അതിനെക്കാട്ടിലും കൂടുതലുള്ളതാണ്. ആകെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഇത് മാത്രമായിരിക്കും? 3 മാത്രമായിരിക്കും. അതിന് തൊട്ട് മുമ്പുള്ള അല്ലെ. കാരണം അത് എന്തിലല്ല? 11-ലുള്ളതല്ല. അത് 1 to 10 വരെ വരുന്ന ക്ലാസ് ഇന്റർവെല്ലിൽ വന്നതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 50 - 3 ചെയ്യാം. ഓക്കെ, 50 - 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 47 എന്ന് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ് ഇന്റർവെൽ നോക്കാം. നെക്സ്റ്റ് ക്ലാസ് ഇന്റർവെൽ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ലോവർ ലിമിറ്റ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ലോവർ ലിമിറ്റ് 21 കൺസിഡർ ചെയ്തു. 21 കൺസിഡർ ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യാം? 47 ആണല്ലേ വന്നത്. 47 വീണ്ടും മൈനസ് ചെയ്യണം. ഏതൊക്കെ മൈനസ് ചെയ്യണം? അതിനെക്കാട്ടിലും അതിൽ ആഡ് ആവാത്ത 21-ല് വരാത്തത് ഏതൊക്കെയാ? 5ഉം 3ഉം അതിൽ ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അത് അതിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 50 - 5, 3 അല്ലേ. 8 വരും. അപ്പൊ എനിക്ക് 42 എന്നുള്ളത് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക? മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാൻ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ടാബുലാർ കോളം കണ്ടു. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് ഗ്രാഫ് നമുക്ക് ഫിൽ ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നത് ഒജീവ് കർവ്സ് ആണ്. ഒജീവ് കർവ്സിൽ നമുക്ക് ക്യുമുലേറ്റീവ് പെർസെന്റേജ് ഫ്രീക്വൻസി കർവ് എന്ന് പറയുന്നുണ്ട്. അതിൽ എക്സ് ആക്സിസിൽ വരിക എക്സാക്ട് ലിമിറ്റ് ഓഫ് ക്ലാസ് ഇന്റർവെലും, വൈ ആക്സിസിൽ വരിക പെർസെന്റേജ് ഓഫ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് വരിക. അപ്പൊ പെർസെന്റേജ് ഓഫ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വൈ ആക്സിസിൽ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയും. പെർസെന്റേജ് ഓഫ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 100/n ഇൻറ്റു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
പെർസെൻറ്റേജ് ഓഫ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാൻ പറ്റും. ഇതിനും ലെസ് ദാൻ ടൈപ്പും ഗ്രേറ്റർ ദാൻ ടൈപ്പും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാഫിലും സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുക. നമ്മൾ ഫ്രീക്വൻസി ക്ലാസ് ലിമിറ്റ് ഒരു പാർട്ടിൽ എഴുതും, ഫ്രീക്വൻസി നെക്സ്റ്റ് കോളത്തിൽ എഴുതും. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് കാണേണ്ടതെങ്കിൽ നമ്മൾ അപ്പർ ലിമിറ്റ് കൺസിഡർ ചെയ്യും. എന്നിട്ട് നമ്മൾ അപ്പർ ലിമിറ്റ് 10.5 ആണ് വരുന്നത് അല്ലെ ഇവിടെ. അപ്പൊ 10.5 വരെയുള്ളത് ഏതാ? 3 അല്ലെ? 3 മാത്രമേ ഉള്ളൂ. ലെസ് ദാൻ 10.5 വരുന്നത് 3 മാത്രമേ ഉള്ളൂ. അപ്പൊ അത് 3 ചെയ്യുന്നു. സെക്കൻഡ് ക്ലാസ് നമ്മൾ 10.5 to 20.5 കൺസിഡർ ചെയ്യും. അതിന്റെ അപ്പർ ലിമിറ്റ് കൺസിഡർ ചെയ്യും 20.5 വരെ വരുന്നത് ഏതൊക്കെയാ ഫ്രീക്വൻസീസ് വരുന്നത്? 3ഉം 5ഉം. 3 + 5 8 എന്ന് കിട്ടും. ഇനി 30.5 കൺസിഡർ ചെയ്യുമ്പോൾ 30.5 വരെയുള്ള ഫ്രീക്വൻസി ഏതൊക്കെയാ? 6 ഉണ്ട്, 5 ഉണ്ട്, 3 ഉണ്ട്. 6 + 5 + 3 14 എന്ന് കിട്ടും. ആ ഒരു ഫോർമാറ്റില് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിന്റെ ആ ഒരു കോളം നമ്മൾ ഫിൽ ചെയ്യും. പിന്നെ വരുന്നത് പെർസെൻറ്റേജ് ഓഫ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് അല്ലെ. പെർസെൻറ്റേജ് കാണാൻ നമ്മളോട് എന്താ ചെയ്യാൻ പറഞ്ഞത്? 100/n ഇൻറ്റു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഓരോന്നും അതുപോലെ ചെയ്യാം. ഓക്കെ, ആ ഒരു ഇക്വേഷന് 100/n ആണ്. 100/n ഇൻറ്റു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 100 ചെയ്താൽ 100/n ഇവിടെ 50 ആണ് വരുന്നത്. 100/n 50/100/n 2 കിട്ടും അല്ലെ. 100/50 2 എന്ന് കിട്ടും. 2 ഇൻറ്റു ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് ചെയ്യേണ്ടത്. 2 × 3 6 എന്ന് കിട്ടും. ഇതേപോലെ 2 × 8 16 എന്ന് കിട്ടും. അങ്ങനെ പെർസെൻറ്റേജിന്റെ കോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണമെങ്കിൽ നമ്മൾ ലോവർ ലിമിറ്റ് കൺസിഡർ ചെയ്യണം. ലോവർ ലിമിറ്റ് 0.5 അല്ലെ. 0.5 ലോവർ ലിമിറ്റ് വരെ കൺസിഡർ ചെയ്യുമ്പോൾ 0.5ന് മുകളിൽ വരുന്നതാണ് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പൊ 0.5ന് മുകളിൽ വരുന്ന ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫ്രീക്വൻസി റേഞ്ചിന്റെ സം ഇൻക്ലൂഡഡ് ആണല്ലോ. അപ്പൊ നമുക്ക് 50 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ നെക്സ്റ്റ് ക്ലാസിന്റെ 10.5 to 20.5 ആണ് വരുന്നത്. സോറി, ഗ്രേറ്റർ ദാൻ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മോർ ദാൻ നോക്കുമ്പോൾ നമ്മൾ ലോവർ ലിമിറ്റ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ 10.5 കൺസിഡർ ചെയ്യും. അപ്പൊ 10.5നെക്കാട്ടിലും കൂടുതലുള്ളതൊക്കെ നമുക്ക് എടുക്കാം. 10.5നെക്കാട്ടിലും കുറവുള്ളത് ഏതാ? 3. അപ്പൊ 3 മാത്രം അതിൽ നിന്ന് എന്താകും? എക്സ്ക്ലൂഡ് ആവും. അപ്പൊ 50 - 3 നമുക്ക് എന്ത് കിട്ടും? 47 കിട്ടും. അപ്പൊ ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ടാബുലാർ കോളം ഫിൽ ചെയ്യാം. പിന്നീട് പെർസെൻറ്റേജ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? 100/n 100/50 ഇൻറ്റു ഏതാണോ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടിയത്. അപ്പൊ ഇവിടെ ഫസ്റ്റത്തേല് 50 ആണ്. അപ്പം 2 × 50 എന്ന് വരും, 100 എന്ന് വരും. അപ്പൊ അങ്ങനെ നമുക്ക് ടാബുലാർ കോളം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഡേറ്റാസ് നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ജി ക്ലാസ് വരുത്താൻ പറ്റാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാൻ. കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എവിടെയെങ്കിലും ഒക്കെ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് കമന്റ് സെക്ഷനിലും അതുപോലെ തന്നെ ഗ്രൂപ്പിലും ചോദിക്കാം. നല്ല രീതിക്ക് പഠിക്കാം. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് പോവാം. ഓക്കെ, താങ്ക് യു.